വെറും 3 ദിവസം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും വളരെ എളുപ്പത്തിൽ എങ്ങനെ ആകർഷിക്കാമെന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതുവരെ അംഗമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന പവർഫുള്ളായ ടെക്നിക്ക് 333 ടെക്നിക്ക് അഥവാ 33x3 എന്ന് പറയുന്ന ടെക്നിക്കാണ്. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് 3 ദിവസത്തിനകം നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും വളരെ എളുപ്പത്തിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ചിലപ്പോൾ ജോലിയാവട്ടെ, പണമാവട്ടെ, അങ്ങനെ എന്തും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു കാര്യം, അതായത് 3 എന്ന് പറയുന്ന നമ്പർ ഒരു ഡിവൈൻ നമ്പറാണ്. അതായത് ത്രിമൂർത്തികൾ എന്ന് പറയാറുണ്ട്. അതോടൊപ്പം തന്നെ ആത്മാവ്, പരമാത്മാവ്, ജീവാത്മാവ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് 3 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ന്യൂമറോളജി പ്രകാരം 3 എന്ന് പറയുന്നത് ഗോഡ് നമ്പറാണ്, അതായത് ദൈവത്തിൻ്റെ നമ്പറാണെന്നാണ് വിളിക്കപ്പെടുന്നത്. അതേപോലെ പല സവിശേഷതകളും 3 എന്ന് പറയുന്ന നമ്പറിനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഈ ഒരു പവർഫുള്ളായ ടെക്നിക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരു ഡ്രീം ജേർണലിൽ എഴുതിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മളൊരു ഡയറിയിലോ നോട്ട്ബുക്കിലോ എഴുതുന്നതിനെയാണ് ഡ്രീം ജേർണൽ എന്ന് പറയുന്നത്. എന്നിട്ട് അത് എടുത്തിട്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. അത് ഏത് ആഗ്രഹമാണ്, അത് ചിലപ്പോൾ ബന്ധങ്ങളുടെ ആവട്ടെ, ചിലപ്പോൾ സമ്പത്തിൻ്റെ കാര്യമാവും, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതെടുത്തിട്ട് നിങ്ങളതൊരു അഫർമേഷൻ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഉദാഹരണത്തിന്, എനിക്ക് ഇന്ന ദിവസത്തിനുള്ളിൽ ഇത്ര ലക്ഷം രൂപ ലഭിച്ചതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു, അല്ലെങ്കിൽ എനിക്ക് 1 ലക്ഷം രൂപ ലഭിച്ചതിന് ഞാൻ പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു എന്നുള്ള ഒരു അഫർമേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം അഫർമേഷൻസ് എപ്പോഴും എഴുതുന്ന സമയത്ത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോടെ കൂടെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി ഞാൻ പറഞ്ഞ അഫർമേഷൻ, അതായത് എന്നിലേക്ക് 1 ലക്ഷം രൂപ ലഭിച്ചതിന് പ്രപഞ്ചശക്തിക്ക് ഞാൻ നന്ദി പറയുന്നു എന്നുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുത്ത അഫർമേഷൻ. അതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 33 തവണ നിങ്ങൾ ഒരു പേപ്പർ എഴുതുക. ഈ ഒരു അഫർമേഷൻ നിങ്ങൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വിഷ്വലൈസേഷൻ കറക്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. അതായത് 1 ലക്ഷം രൂപ ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് എന്താണ്, നിങ്ങൾ 1 ലക്ഷം രൂപ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, അതോടൊപ്പം തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യാനാണോ ആ പണം കൊണ്ട് പോകുന്നത്, ഇല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങാനാണോ, അങ്ങനെ എന്തുമാവട്ടെ അത് എഴുതുക. അതായത് 33 തവണ നിങ്ങൾ എഴുതുക. അടുത്ത ദിവസവും ഇതേ സമയത്തും ഇതേ സാഹചര്യത്തിലും എഴുതാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലത്. അങ്ങനെ നിങ്ങൾ 2ാമത്തെ ദിവസവും അതേ സമയത്ത് എഴുതി. ഇനി 3ാമത്തെ ദിവസം ചെയ്യേണ്ടത് ഇതേ കാര്യം തന്നെ ഒന്നും കൂടി ആവർത്തിച്ച് 33 തവണ എഴുതുക. അതായത് 3 ദിവസം നമ്മൾ ഓരോ പേജിലും 33 തവണ എഴുതുന്നതിനാണ് 33x3 എന്ന് പറയുന്ന ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ടെക്നിക്ക് എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ 3ാമത്തെ ദിവസം തന്നെ ഈ 3 പേപ്പർ ഷീറ്റുകളും നിങ്ങൾ ചെയ്യേണ്ടത് കത്തിച്ച് കളയുക എന്നുള്ളതാണ്. ഈ കത്തിച്ച് കളയുന്നത് എന്തിനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം നിങ്ങളൊരു ആഗ്രഹം എഴുതി, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കായിട്ട് കരുതി, എന്നിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കത്തിക്കുന്ന സമയത്ത് യൂണിവേഴ്സിലേക്ക് നമ്മൾ ഈ ഒരു ആഗ്രഹം നൽകുന്നതാണ്. അതായത് ഈ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ ആ ഒരു എനർജിയെ നിങ്ങൾ എത്തിക്കുന്നതാണ് എന്നുള്ള സങ്കല്പത്തിലാണ് നിങ്ങൾ ഈ എഴുതിയ ഈ 3 ദിവസം എഴുതിയ പേപ്പറുകൾ കത്തിക്കേണ്ടത്. അങ്ങനെ കത്തിച്ചിട്ട് അതിനുശേഷം ഇതിനെ ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ളതാണ്. അതായത് നിങ്ങളത് പ്രകൃതിയിലേക്ക് ലയിപ്പിക്കുക, അല്ലെങ്കിൽ പ്രകൃതിയിൽ ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ലെറ്റ് ഇറ്റ് ഗോ മീൻസ് ലെറ്റ് ഇറ്റ് ഗോഡ് എന്നുള്ളതാണ്. അതായത് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് എപ്പോഴും ലെറ്റ് ഇറ്റ് ഗോ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും 33x3 എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ബന്ധങ്ങളിലും എല്ലാം തന്നെ എടുക്കുക. ഉദാഹരണത്തിന് ഇനി ബന്ധങ്ങളുടെ കാര്യം എടുക്കാം. ഞാനും ആ വ്യക്തിയും തമ്മിലുള്ള വിവാഹ ജീവിതത്തിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു, അല്ലെങ്കിൽ പ്രപഞ്ചശക്തിക്ക് നന്ദി. എന്നിട്ട് 33 തവണ നിങ്ങൾ 3 ദിവസവും ഒരു A4 ഷീറ്റിൽ എഴുതി വെക്കുക. 3ാമത്തെ ദിവസം നിങ്ങൾ കത്തിച്ച് കളയുക. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് 33x3 എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ച്
വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിജയകഥകളെല്ലാം തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പങ്കുവെക്കാനും സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നന്ദി.